ഓക്കെ, ഹലോ, നമുക്ക് ഇന്നൊരു ഇലക്ട്രിക് സ്കൂട്ടർ പരിചയപ്പെട്ടാലോ? ഇതെന്റെ മൂത്ത ആൾക്ക് വേണ്ടി വാങ്ങിച്ചാണ്, പൊന്നിന് വേണ്ടി വാങ്ങിച്ച ഇലക്ട്രിക് സ്കൂട്ടർ ആയിരുന്നു. അവന്റെ സേവിങ് അക്കൗണ്ടിൽ നിന്ന് തന്നെ അവൻ സേവ് ചെയ്ത് വെച്ച പൈസയും കൊണ്ട് വാങ്ങിച്ചൊരു സ്കൂട്ടറാണ്. അതുകൊണ്ട് തന്നെ പിള്ളേരൊന്നും തൊടുന്നവന് ഒട്ടും താല്പര്യമില്ല. എന്താണ്, നമുക്ക് സ്കൂട്ടർ പരിചയപ്പെടാം. സിയോമി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്കൂട്ടറാണ്, ഇലക്ട്രിക് സ്കൂട്ടറാണിത്. നമ്മൾ മീഡിയ മാർട്ട് എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. 189 euro ആയിരുന്നു ഇതിന്റെ റേറ്റ്. ഇതിന്റെ മോഡലും സൈസും എല്ലാം അനുസരിച്ച് ഇതിന്റെ റേറ്റ് മാറാം കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ഉള്ള റേറ്റ് ആണ് 189 എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ബ്രേക്ക്, ഇത് ബെല്ല്, പിന്നെ ഇത് ആക്സിലേറ്റർ. നമ്മളിത് പുഷ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിന്റെ ആക്സിലേറ്റർ കൂടുന്നത്. 25 കിലോമീറ്റർ സ്പീഡിലാണ് ഇത് മാക്സിമം പോകുന്നത്. അത്യാവശ്യം ഒരു ചെറിയ കയറ്റമൊക്കെ നമുക്ക് ഇതും കൊണ്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പൊ ബെൽജിയത്തിൽ കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്ന ഈ സൈക്കിളും ഇലക്ട്രിക് സ്കൂട്ടർ, അതുപോലെ ഇലക്ട്രിക് സൈക്കിള്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചടുത്തൊക്കെയാണ് നമ്മളൊരു കടയിൽ പോകുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതെങ്കിൽ അവർ കാറൊക്കെ എടുക്കുന്നതിലും അവർ യൂസ് ചെയ്യുന്ന ഇതാണ്. പ്രത്യേകിച്ച് സമ്മർ ടൈം ആണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സൈക്കിളിനാണ് കൂടുതൽ അവരൊരു പ്രയോറിറ്റി കൊടുക്കുന്നത്. വലോണി റീജിയനേക്കാളും ഫ്ലാന്ത് റീജിയൻ, അതായത് ഡച്ച് റീജിയനിൽ സൈക്കിളിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തണുപ്പ് സമയത്ത് പോലും നമ്മൾ നടക്കാൻ പോകും അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ പോകുമ്പോഴാണേലും അവർ സൈക്കിളും കൊണ്ട് അതിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ സൈക്കിളും കൊണ്ട് പോകുന്നത് കാണാം. അപ്പൊ ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ചാർജ് ചെയ്യണം. 5 hours എങ്കിലും മിനിമം നമ്മളിത് ചാർജ് ചെയ്യണം. അപ്പം ഇതാണ് ഇതിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കിടക്കുന്നത് വാക്കിംഗ് മോഡാണ്. അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ചാർജ് തീർന്നു പോയെങ്കിൽ നമുക്കിത് വാക്കിംഗ് മോഡിലിട്ടിട്ട് ഒരു കാലം കൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് നമുക്ക് ഒരു എക്സസൈസ് പോലെയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം ചാർജ് തീർന്നു പോയാൽ നമുക്ക് വീട്ടിലെത്താൻ പറ്റും. പിന്നെ ഇതാണ് ഇതിന്റെ ഒരു സ്ക്രീന്. അതായത് നമ്മളിപ്പം ഇതിപ്പോ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ലൈറ്റ് കാണുന്നതാണ്, ആ ഭിത്തിയിൽ കാണുന്നതാണ് അതിന്റെ ലൈറ്റ്. ഇനി എന്നാ പറഞ്ഞ ബ്രേക്ക് കൊടുക്കുമ്പോൾ തന്നെ പുറകില് ഈ ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തും. കണ്ടോ ആ ലൈറ്റ് കത്തും. പിന്നെ ട്രെയിനിലാണ് പോകേണ്ടതെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്കിത് ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഫോൾഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു സംഭവം ജസ്റ്റ് മുകളിലോട്ട് പ്രസ് ചെയ്തിട്ട് മടക്കണം. ഞാൻ മടക്കി കാണിച്ചു തരാം. കുറച്ചൊരു ബലം പ്രയോഗിക്കണം കേട്ടോ അത് ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്കൊന്നും നമുക്കിത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കുറച്ചൊന്ന് വലുതായ പിള്ളേർക്ക് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ കാണുന്ന ഇവിടെ ഈ ബെല്ലിന്റെ ഒരു ലോക്ക് ഉണ്ടല്ലോ, ആ ലോക്ക് ഇതിലേക്ക് വെക്കുവാണ് ചെയ്യുന്നത്. കണ്ടോ, അപ്പം അതവിടെ ലോക്ക് ആയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷെ ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഞങ്ങൾ വാങ്ങിച്ചപ്പം കിട്ടിയ ബോക്സ് ആണിത്. അപ്പം ഇത് ഫുള്ള് ഇങ്ങനെ തന്നെ ഫിറ്റ് ചെയ്തിട്ടല്ലായിരുന്നു നമുക്കിത് കിട്ടിയത്. ഇങ്ങനെ പാർട്സ് ആയിട്ടായിരുന്നു. അത് നമുക്ക് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം അതിനകത്തെല്ലാം അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. 25 കിലോമീറ്റർ ആണ് ഇത് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. അതുപോലെ 300 watt മോട്ടറാണ് ഇത്. ഹൈ കാർബൺ സ്റ്റീൽ ഫ്രെയിമിലാണ് അത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.